Good morning. Today, let us be back to the steps in systematic training plan. നമ്മൾ detailed ആയിട്ട് steps നോക്കിയിരുന്നില്ല. We have just seen what is the overview of the steps, and the steps in systematic training plan is very important. So let us see what are the steps. Clear? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഡിറ്റർമിനിങ് ട്രെയിനിങ് നീഡ്സ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വാട്ട് ഈസ് മെൻ ബൈ ഡിറ്റർമൈനിങ് ദിസ് ട്രെയിനിങ് നീഡ്സ്. വാട്ട് ട്രെയിനിങ് ഇസ് റിക്വയർഡ് ലെവൽ ഓഫ് ട്രെയിനിങ് is determined in this step. Clear? So main task is that the needs of the employees is to be determined, and what is their job, അവരുടെ ജോബ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. ആൻഡ് ഇറ്റ് ഇസ് ടു ബി സബ്ഡിവൈഡ് ചെയ്യണം, ടാസ്ക് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ടു ബി ടോട്ട് ടു ദ ന്യൂ എംപ്ലോയി. പുതിയ എംപ്ലോയിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ? അതാണ് ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ട്രെയിനിങ്. സോ അസസിങ് ദാറ്റ് നീഡ് ഇസ് എ വെരി കോംപ്ലെക്സ് പ്രോസസ്സ്. ഒരു എളുപ്പമായിട്ടുള്ള പ്രോസസ്സല്ല ടു അസസ് ദ നീഡ് ഓഫ് ദ, ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു എംപ്ലോയിക്ക് വേണ്ട നീഡ് എന്താണെന്ന് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദിസ് ഇസ് ഹൈലി കോംപ്ലെക്സ്. ക്ലിയർ? ആൻഡ് കാരണം ചില സമയത്ത് ട്രെയിനിങ് വിൽ നോട്ട് ബി എ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. ട്രെയിനിങ് മാത്രമാവില്ല സൊല്യൂഷൻ. വിത്ത് ട്രെയിനിങ് വേറെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. എക്സ്പീരിയൻസ് ഷെയറിങ്ങും എല്ലാം വേണ്ടി വരും. സോ ട്രെയിനിങ് അലോൺ മതിയോ, അതൊക്കെ കാരണം അതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്രോസസ്സിന് ഇത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് എ പേഴ്സൺ നെയിംഡ് ആസ് തയ്യർ ആൻഡ് മെഗ്ഗി എന്നാ പറയുക, MCGHEE, തയ്യർ ആൻഡ് മെഗ്ഗി. തയ്യർ എന്ന് പറഞ്ഞ ഒരാളും തയ്യർ ആൻഡ് മെഗ്ഗി ഹാസ് ഡെവലപ്ഡ് എ മോഡൽ named as Thayer-Meghi model, and he has told that training needs can be identified through these type of analysis. So Thayer-Meghi, that persons, they have identified or they have felt that training needs can be identified through all these analysis. 3 type of analysis ആണ് training needs identify ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. One is organizational analysis, second is task or role analysis, and third is manpower analysis. Is it clear for you? 3 analysis ആണ് necessary എന്ന് പറയുന്നത്. ആരാണ്? Thayer and Meghi feel that 3 types of analysis are necessary, and first one is organization analysis, and second is task or role analysis, and third is manpower analysis. Is it clear for you? അപ്പോൾ ലെറ്റ് us see what is organizational analysis. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് മീൻസ് വി വിൽ ഹാവ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. ക്ലിയർ? ഒരുപാട് ലെവൽസ് ഉണ്ടാവും, സ്ട്രാറ്റജീസ് ഉണ്ടാവും. സോ ജനറൽ ഒബ്ജക്റ്റീവ്സ് വിൽ ബി ദെയർ. ജനറൽ ഒബ്ജക്റ്റീവ്സ് വിൽ ബി ട്രാൻസ്ഫോം ടു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ആദ്യത്തെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ട്. ജനറൽ ആയിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സ്പെസിഫിക് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം ആദ്യത്തെ ആവശ്യം. കാരണം നമ്മൾ ട്രെയിനിങ് അനലൈസ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ ട്രെയിനിങ്ങിൽ. സോ ദിസ് ഒബ്ജക്റ്റീവ് ഹാസ് ഇറ്റ് നീഡ് ടു ബി റിവൈസ്ഡ് ഓൾസോ ഓൾവേസ്. കാരണം environment always keep on changing. So in the light of that change, this objective has to be revised always. Objective means long term objective revise ചെയ്യുക, general objective revise ചെയ്യുക once upon a time ആണെങ്കിലും the specific objectives always changes. So this objective is a core thing in an organization. ഒരു ഓർഗനൈസേഷൻ അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. Only once you have understood what are the objectives, you will be able to understand what are the training that need to be provided to the new employees, right? So this is an important step. And the next step involves human utilization analysis.
ക്ലിയർ? അപ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ യു ഹാവ്, ഫിസിക്കൽ യു ഹാവ് ആൻഡ് ഹ്യൂമൻ യു ഹാവ്. All these resources are utilized in full extently utilize you. Clear? ഈ മൂന്നെണ്ണത്തിൻ്റെയും എഫിഷ്യൻസി കൂടുമ്പോഴാണ്, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയാലും ഫിസിക്കൽ റിസോഴ്സസ് ആയാലും ഹ്യൂമൻ റിസോഴ്സസ് ആയാലും ഇതിൻ്റെയൊക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാം. സോ ഏറ്റവും അതിൽ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ക്ലിയർ? അപ്പോൾ നമ്മളൊരു ഇൻഡെക്സ് ഒക്കെ ഫ്രെയിം ചെയ്തുണ്ടാക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻക്രീസ് ഓൺലി വെൻ യു ഹാവ് ആഡിക്വേറ്റ് ട്രെയിനിങ്. ക്ലിയർ? സോ ദിസ് ഹ്യൂമൻ യൂട്ടിലൈസേഷൻ അനാലിസിസ് ആ ഒരു അനലൈസ് ചെയ്യുമ്പോഴാണ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് സിഗ്നിഫിക്കൻ്റ് അല്ല ഗ്രോത്തിന് വെച്ചാൽ അവിടെയാണ് ട്രെയിനിങ്ങിൻ്റെ നീഡ് കൃത്യമായി അനലൈസ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് റൈറ്റ് ഫോർ യു? സോ that type of analysis is very important to identify what is the type of training that need to be provided to the employees. Clear? But analysis of objective is important in an organizational point of view, and even human utilization analysis is also important. And next involves the environmental scanning, which is very, very crucial. Because you have, if you have internal and external environment in an organization. ക്ലിയർ? ഒരു ഇൻറ്റേർണൽ എൻവയൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റും ഒരു ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഫങ്ഷൻ ചെയ്യണ സാധനമാണ്. ആൻഡ് ദിസ് ഈസ് ദ എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റ്. ഇത് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റും ആണ്, ഇത് എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റും ആണ്. അപ്പോൾ ഈ രണ്ട് എൻവയൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള സ്കാനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് വർക്ക് വിത്തിൻ ദ സ്ഫിയർ. എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റ് ഇസ് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിൻ്റെ പുറത്താണ്. കാരണം എക്കണോമിക് എൻവയൺമെൻറ്റ് വിൽ ബി ദർ. സംടൈംസ് എ പോളിസി ചേഞ്ചസ്, sometimes a procedure changes, sometimes a rule changes of the government, even the political conditions changes. Clear? ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ മാറുമ്പോൾ എന്താ, കംപ്ലീറ്റ് എൻവയൺമെൻറ്റ് ഗെറ്റ് ചേഞ്ചസ്. ആൻഡ് ഈവൻ ദ സോഷ്യൽ കണ്ടീഷൻസ് ആർ ദെയർ. കാരണം ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് സ്ത്രീകളാണോ പുരുഷന്മാരാണോ, ഡെമോഗ്രഫിക് കണ്ടീഷൻസ് ഇസ് ദെയർ, കൾച്ചറൽ ഫാക്ടർ ഇസ് ദെയർ, ഈവൻ റിലീജിയൻ ആക്ട് ആസ് എ ഹിൻഡ്രൻസ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആർ ദെയർ. So all these are the important environmental factors which influences the organization. Organization influence ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. So these environmental factors keeps on changing. അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. സോ ഈ ഒരു എൻവയൺമെൻറ്റിൻ്റെ നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓൺലി വെൻ യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ ചേഞ്ചസ് that is incorporated in the environment today, you will be able to understand what is the need of the training, or what type of training need to be imparted to the employees so that they get adapted to the environment very easily. കാരണം അവർക്ക് അറിയാൻ പറ്റണം എൻവയൺമെൻറ്റിന് എന്താണ് ആവശ്യം, എൻവയൺമെൻറ്റ് ഇപ്പോഴത്തെ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. സോ എൻവയൺമെൻറ്റൽ സ്കാനിങ് എപ്പോഴും ഉണ്ടായാൽ മാത്രമേ നമുക്ക് എല്ലാ ചേഞ്ചസും അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടില്ല, ഫ്ലെക്സിബിൾ ആയിട്ടില്ലെങ്കിൽ യു വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. സോ ദിസ് എൻവയൺമെൻറ്റൽ സ്കാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് സ്കാനിങ്. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് സ്കാനിങ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ റിഫ്ലെക്ട്സ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയീസ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടോ, നല്ല സൂപ്പർവൈസറി വർക്ക് സ്റ്റൈലുണ്ടോ, ഇതൊക്കെ ഇൻസൈഡ് ഓർഗനൈസേഷൻ അനാലിസിസ് ആണ്. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരു ട്രെയിനിങ് സക്സസ്ഫുൾ ആവാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ അനലൈസിങ് ദ ക്ലൈമറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഈ ക്ലൈമറ്റ് അനലൈസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ഫാക്ടറും കൂടി ഉണ്ട്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഓൺലി വെൻ യു അനലൈസ് ദ ക്ലൈമറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ യു വിൽ ബി able to understand the strength and weakness of the organization. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ചിലപ്പോൾ ചില സമയത്ത് കോൺഫ്ലിക്റ്റ് മേ അറൈസ്. അപ്പോൾ അങ്ങനൊരു ക്ലൈമറ്റൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ലൊരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണോ അതോ നല്ലൊരു കോപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആണോ? സോ all these factors influence. So this organizational factors include all these factors and this influence the need of the training. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ നീഡ് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഓർഗനൈസേഷണൽ അനാലിസിസ് is an important point that need to be considered. Clear? And next is task or role analysis. ടാസ്ക് ആൻഡ് റോൾ അനാലിസിസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ നീഡാണ് അവിടെ പറയണത്. കാരണം ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഇൻഎക്സ്പീരിയൻസ്ഡ് ആവും. കാരണം നമ്മളെപ്പോഴും ഏറ്റവും താഴെ തട്ടിലുള്ള എംപ്ലോയീസ്, അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ ഹയർ ചെയ്യും. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് വേണം. ക്ലിയർ? അപ്പോൾ അവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ബേസിസിലാണ്, ബേസ്ഡ് ഓൺ ടാസ്ക് അനാലിസിസ്. കാരണം എന്ത് ടൈപ്പ് ഓഫ് ടാസ്ക് ആണോ നമുക്ക് ആവശ്യം ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സോ സ്പെസിഫിക് സ്കില്ലാണ് അവിടെ ഇമ്പാർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഇവിടെ നമുക്ക് ടാസ്ക് റോൾ അനാലിസിസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുക വാട്ട് ഈസ് എ ജോബ്, ഏത് രീതിയിലുള്ള ജോബാണ് ആവശ്യം. ക്ലിയർ? ടാസ്ക് ആൻഡ് റോൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളോട് പറയുന്ന ഒരു ഇതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഏത് രീതിയിലുള്ള ജോബാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ ജോബ് സ്പെസിഫിക്കേഷൻ. ഈ രണ്ട് സ്റ്റെപ്പുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യണത്. അപ്പോൾ ജോബ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പറ്റണം. എന്നാൽ മാത്രമേ ഇവർ ചെയ്യണ ടാസ്ക് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അതിന് അനുസരിച്ചിട്ടുള്ള സ്കില്ല് അവർക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ പിന്നെ സ്പെസിഫിക് ഡ്യൂട്ടീസും സ്കില്ലും നമുക്ക് ട്രെയിനിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ you should know about what is the role that they are going to do in the organization. Clear? അപ്പോൾ task or role analysis is very important. And next is manpower analysis. And manpower analysisലാണ് ഏതൊക്കെ ആൾക്കാരാണ് ട്രെയിൻഡ് ആവേണ്ടത്, ആർക്കൊക്കെയാണ് ചേഞ്ചസ് വേണ്ടത്. ക്ലിയർ? മാൻപവർ അനാലിസിസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആർക്കൊക്കെയാണ് ചേഞ്ചസ് വേണ്ടതെന്നുള്ളത് അനലൈസ് ചെയ്യാം. സോ ഹൂ ഓൾ നീഡ് ചേഞ്ചസ്, ആർക്കൊക്കെയാണ് ചേഞ്ചസ് ആവശ്യം. ഹൂ ഓൾ നീഡ് ടു ബി ഇമ്പാർട്ടഡ് ദ സ്കിൽ, ആർക്കൊക്കെയാണ് സ്കില്ല് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ അനലൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 3-4 ഇഷ്യൂസ് സോൾവ് ചെയ്യേണ്ടി വരും. ഒന്ന്, പെർഫോമൻസ്, ഇപ്പോഴത്തെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണോ, ട്രെയിനിങ് വേണോ, അതോ പിന്നെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ഗുണം ഉണ്ടാവുമോ, അതായത് വെദർ ദ എംപ്ലോയീസ് കേപ്പബിൾ. ചിലപ്പോൾ ചില സമയത്ത് ട്രെയിനിങ് ഉണ്ടല്ലോ, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന് എത്ര ട്രെയിനിങ് കൊടുത്താലും മതിയാവില്ല. അപ്പോൾ അവർ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏത് ഏരിയയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ക്ലിയർ? ട്രെയിനിങ് കൊടുത്താൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൂടുമോ, ഈ രീതിയിലുള്ള ഇഷ്യൂസൊക്കെ ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാണ് മാൻ പവർ അനാലിസിസിൽ ചെയ്യുന്നത്. ക്ലിയർ? സോ പിന്നെ പേഴ്സണൽ ഒബ്സർവേഷൻ ആവാം, ഈവൻ പെർഫോമൻസ് റിവ്യൂസ്, supervisory report, all these collected information gives particulars about a person. ഒരു ആളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് the organization must try to improve the performance of that workers. ആ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും ഇൻഡിവിജ്വലി അത് സോൾവ് ചെയ്യാനും ഓർഗനൈസേഷന് പറ്റണം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇന്നലെ പഠിപ്പിച്ചതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഡിറ്റർമൈനിങ് ദ ട്രെയിനിങ് നീഡ്സ് ആണ്. 3 types of analysis is there: organization analysis, task or role analysis, and manpower analysis. These 3 helps in determining the training needs. അതിൽ ഓർഗനൈസേഷൻ അനാലിസിസ് തന്നെ 4 types of analysis is there. The objective need to be analyzed, human utilization analysis need to be done, environmental scanning has to be provided, and organization climate analysis has to be done. അപ്പോൾ ഈ 4 അനാലിസിസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ആരായിരുന്നു ആൾക്കാർ? മെഗ്ഗി ആൻഡ് തയ്യർ ആൻഡ് മെഗ്ഗി മോഡലാണ്. ആൻഡ് ടാസ്ക് ഓർ റോൾ അനാലിസിസ് ഹാസ് ടു ബി ഡൺ. എന്നാൽ മാത്രമേ ഓരോരുത്തർക്കും എന്ത് റോളാണ് ചെയ്യണത്, അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. And third is manpower analysis. Only when these 3 analysis gets completed, you will say that you have determined the training needs. Clear? So let us continue the next session tomorrow, right?
Okay, thank you.